Hi students, welcome to Civil Tips PSC. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അവർ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റി ഒരു PDF നമ്മുടെ PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റിയുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതിൽ തന്നെ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു നോട്ടിഫിക്കേഷൻ PSC വിളിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഒറ്റയ്ക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് പിന്നീട് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതിനായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഇപ്പോൾ നമ്മൾ ഫോണിൽ ലോഗിൻ ചെയ്യുന്നവരായിക്കോട്ടെ, കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും സെയിം കാര്യമാണ്, സെയിം ഹോം പേജൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in. ഓക്കെ, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് PSCയുടെ ഒഫീഷ്യൽ ഹോം പേജ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ആ ഒരു ഒഫീഷ്യൽ ഹോം പേജാണ് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ ഓൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ലോഗിൻ, എക്സാമിനേഷൻ ഇൻ്റർവ്യൂ, നോട്ടിഫിക്കേഷൻ, അതുപോലെ ഹൗ ടു അപ്ലൈ, സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് PSCയുടെ നോട്ടിഫിക്കേഷനിൽ നോക്കി നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള എക്സാമുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ PSCയുടെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഹോം പേജ് ആയിരിക്കും കാണുന്നത്. അതിൽ നിങ്ങൾ ഈ ഒരു ഓൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീനായിരിക്കും കാണാൻ കഴിയുക. ഓക്കെ, ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യൂസർ ID, അതുപോലെ പാസ്വേഡ്, ദെൻ ആക്സസ് കോഡ്, ലോഗിൻ. ഓക്കെ, ഇത്ര ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അതിന് താഴെ ന്യൂ രജിസ്ട്രേഷൻ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ PSCയിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് എങ്ങനെയാണ് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നതിനെ പറ്റി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാമെന്നതിനെ പറ്റി ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഓൾറെഡി PSCയിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത കാൻഡിഡേറ്റ്സിന് എങ്ങനെ ഒരു എക്സാമിന് PSC പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഒരു അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസർ ID ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറാനായിട്ട് പാസ്വേഡ് ഉണ്ടാവും. അത് രണ്ടും ടൈപ്പ് ചെയ്ത ശേഷം ഈ ഒരു ആക്സസ് കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണാൻ കഴിയുന്നതും ഇങ്ങനെ ഒരു ടാബായിരിക്കും നിങ്ങൾക്ക് അടുത്ത് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇതിൽ ഈ ഒരു സെൻഡ് OTP എന്നൊരു ബട്ടൺ അവിടെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് നിങ്ങൾക്കൊരു OTP വരും. ഓക്കെ, ആ വരുന്ന OTP നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലോഗിൻ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രൊഫൈലിൽ അങ്ങനെ OTP കൂടെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ടാബ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഓക്കെ, അതിൽ മൈ പ്രൊഫൈൽ, അതുപോലെ റിക്വസ്റ്റ്, ആധാർ ലിങ്കിങ്, നോട്ടിഫിക്കേഷൻ, മൈ ആപ്ലിക്കേഷൻ, കൺഫർമേഷൻ, അഡ്മിഷൻ ടിക്കറ്റ്, അങ്ങനെയുള്ള കുറേ ബട്ടൺസ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഇനി ആപ്ലിക്കേഷൻ PSC പുറപ്പെടുവിച്ചിരുന്ന നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PSC പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഡിസ്ട്രിക്റ്റ് ബേസ് ആയിക്കോട്ടെ, അതുപോലെ സ്റ്റേറ്റ് ബേസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PSC പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയുക. ആധാർ നിങ്ങളുടെ പ്രൊഫൈലിൽ
രജിസ്റ്റർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊരു ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. അതിൽ യു ഹാവ് നോട്ട് എറ്റ് ലിങ്ക്ഡ് യുവർ ആധാർ വിത്ത് ദ പ്രൊഫൈൽ എന്ന് കാണും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും ലിങ്ക് ആധാർ നൗ എന്നും ഐ വിൽ ഡു ലേറ്റർ എന്ന 2 ബട്ടൺ കാണാൻ കഴിയും, 2 ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിങ്ക് ആധാർ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ആധാർ നമ്പരും അതുപോലെ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരും. ആധാർ നമ്പരും അതുപോലെ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്ത ശേഷം ഒരു ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്യണം. ഐ ഹിയർ ബൈ സ്റ്റാറ്റ് ദാറ്റ് ഐ ഹാവ് നോ ഒബ്ജക്ഷൻ ഇൻ ഓതന്റിക്കേഷൻ മൈസെൽഫ് വിത്ത് ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ സിസ്റ്റം എന്നൊരു ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്കിട്ട ശേഷം നിങ്ങൾക്ക് ലിങ്ക് വിത്ത് പ്രൊഫൈൽ എന്ന ബട്ടൺ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ആധാറുമായിട്ട് ലിങ്ക് ആകും. ഓക്കെ, ഇനി ആധാർ നിങ്ങൾ ഇപ്പം ലിങ്ക് ചെയ്യുന്നില്ല, പിന്നീടാണ് ലിങ്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഐ വിൽ ഡു ലേറ്റർ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ എന്നൊരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജായിരിക്കും, ഇതുപോലൊരു ടാബായിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി വരിക. ഓക്കെ, അതിലിപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA, സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ, ഡിസ്ട്രിക്ട് വൈസ്, അതുപോലുള്ള ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അവിടെ കാണാൻ കഴിയും. ഇനി ഇതിലുള്ള ഈ ഒരു ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ഗ്രൂപ്പിലുള്ള ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്ട് ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഗ്രൂപ്പിലുള്ള 23 പോസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SRൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ 2 നോട്ടിഫിക്കേഷനാണുള്ളത്, അത് 2 നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് NCA എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 32 പോസ്റ്റാണ്, 32 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ആ 32 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ആ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്വിക്ക് അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ ഓരോ ഗ്രൂപ്പ് വൈസിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR, ഡിസ്ട്രിക്റ്റ് വൈഡ് ഡയറക്റ്റ് NCA, അതുപോലുള്ള ഓരോ ഗ്രൂപ്പിലുമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജായിരിക്കും ഓപ്പണായി വരിക. ഓക്കെ, അതായത് ആ ഗ്രൂപ്പിലുള്ള ജോബിൻ്റെ നോട്ടിഫിക്കേഷൻസും അവിടെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ചെക്ക് എലിജിബിലിറ്റി എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഈ ഒരു സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ് വൈസിലുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ നോട്ടിഫിക്കേഷനും നേരെയും ചെക്ക് എലിജിബിലിറ്റി ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപേക്ഷ അയക്കാനായിട്ട് ആ ഒരു ചെക്ക് എലിജിബിലിറ്റി ബട്ടണിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. ആ ഒരു ചെക്ക് എലിജിബിലിറ്റി ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങളിപ്പോൾ ആ ഒരു ക്ലിക്ക് ചെയ്ത നോട്ടിഫിക്കേഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ആ ഒരു ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഇവിടെ ഈ ഒരു ഭാഗത്ത് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഇൻഎലിജിബിൾ എന്നാണ് കിടക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത പോസ്റ്റിന് ജോബ് നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്കിവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്ലൈ ചെയ്യാനുള്ള ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ യോഗ്യൻ അല്ല എങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള യോഗ്യത ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഎലിജിബിൾ എന്ന ബട്ടൺ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻഎലിജിബിൾ ആയത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ഇവിടെ കാണുന്ന വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇൻഎലിജിബിൾ ആയത് എന്ന ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിലോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കതിൽ അവിടെ കാണാൻ കഴിയും.
അപ്പം നിങ്ങൾ ഈ ഒരു ഇൻഎലിജിബിൾ ആകാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ, ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ പറയുന്ന പ്രായപരിധി കഴിഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മളത് ഇൻഎലിജിബിൾ ആക്കാം. അതുപോലെ നമ്മൾക്ക് തക്കതായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിലും നമുക്കവിടെ ആ ഒരു ഇൻഎലിജിബിൾ എന്നായിരിക്കും കാണുക. ഇനി ആ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്ന ഡോക്യുമെൻ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ആ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷന് കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ഉള്ളത് നിങ്ങൾക്ക് അവിടെ അത് വായിക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇൻഎലിജിബിൾ ആയിരുന്നത് കാണിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് അതിൽ പറയുന്ന ഏതെങ്കിലും ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു ടേബിൾ കാണിക്കുന്ന ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അപ്ലൈ യൂസിങ് ഇക്വാലൻ്റ് ഓർ ഹയർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി ഈ ഒരു അപ്ലൈ നൗ എന്ന ബട്ടണിലോ ഈ കാണുന്ന ഈ ഒരു അപ്ലൈ നൗ എന്ന ബട്ടണിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ യൂസിങ് ഇക്വാലൻ്റ് ഓർ ഹയർ എന്ന ബട്ടണിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ടാബിലേക്കായിരിക്കും നിങ്ങൾ ഓപ്പണായി വരിക. ഇവിടെ കാണാൻ കഴിയും വെരിഫൈ ബിഫോർ സബ്മിറ്റിംഗ്. വെരിഫൈ ബിഫോർ സബ്മിറ്റിംഗ് എന്ന് കാണാൻ കഴിയും. അവിടെ അതിന് കാറ്റഗറി നമ്പറും അതുപോലെ പോസ്റ്റ് നെയിമും കാണാൻ കഴിയും. ദെൻ താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ കാണാൻ കഴിയും. അതിൻ്റെ താഴെ നിങ്ങളുടെ പേര് കാണാൻ കഴിയും. അതുപോലെ അതിൽ തന്നെ ഡേറ്റ് ഓഫ് ഫോട്ടോ ടെക്കൺ, അതായത് ആ ഫോട്ടോ എടുത്ത ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയും. ദെൻ അതിൻ്റെ താഴെയായിട്ട് നെയിം ആസ് സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ്. അതായത് ഈ ഒരു ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ നെയിം കാണുന്നത്. അതുപോലെ ഈ ഒരു ഫോട്ടോഗ്രാഫിൽ നിങ്ങളുടെ നെയിം എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫി നിങ്ങളുടെ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് എങ്ങനെയാണോ ആ സെയിം ഡേറ്റ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 4 സ്ക്വയറിലും നിങ്ങൾ ടിക്ക് ചെയ്യുക. മൗസ് നമ്മളുടെ കഴ്സർ അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് ഈ ഒരു നെക്സ്റ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽ ഇൻ യുവർ ആപ്ലിക്കേഷൻ എന്ന ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ ഓപ്പണായി പോകുന്നത്. ഇവിടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കാറ്റഗറി നമ്പർ ഉണ്ടാകും, അതുപോലെ പോസ്റ്റ് നെയിം ഉണ്ടാകും, സെലക്ഷൻ ഫോർ. ഇപ്പോൾ ഇതിലിപ്പോൾ സ്റ്റേറ്റ് വൈഡ് എന്നാണ് കിടക്കുന്നത്. ഇനി ഡിസ്ട്രിക്റ്റ് ബേസിലുള്ള തസ്തികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷ അയക്കുന്നത് എന്നത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഒരു കോളം കൂടെ അവിടെ ഉണ്ടാകും. ഇനി സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെലക്ഷൻ ഫോർ സ്റ്റേറ്റ് വൈഡ് എന്ന് പറഞ്ഞ് തന്നെ അവിടെ ഓൾറെഡി കിടപ്പുണ്ടായിരിക്കും. ദെൻ താഴേക്ക് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റിലീജിയൻ, കമ്മ്യൂണിറ്റി, അത്രയും കാര്യങ്ങൾ കാണാൻ കഴിയും. അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ബേസുള്ള തസ്തികകൾക്ക് ജില്ലയിലാണോ നമ്മൾ അപേക്ഷിക്കേണ്ടത് ആ ജില്ല നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഒരിക്കൽ സെലക്ട് ചെയ്ത് എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാനുള്ള ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടാബിൽ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഇത് ഈ ഒരു പേജിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ എന്നതിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിപ്പം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ നിങ്ങൾ എസ് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻ എന്നൊരു ടാബ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടും. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ +2, 10 അതുപോലെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ കാണും. അതിൽ ഏതാണോ ഈ ഒരു ജോബ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബിന് ആവശ്യം ആ ഒരു
ക്വാളിഫിക്കേഷൻ അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങളുടെ എന്ത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, അതുപോലെ +2, അതുപോലെ ഡിഗ്രി, അതുപോലെ എന്ത് കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ആണോ നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കത് കാണാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അതും നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതൊക്കെ ആദ്യമേ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഓക്കെ, അല്ല നമുക്കത് ഇവിടെ വെച്ച് അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആഡ് അല്ലെങ്കിൽ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് പ്രൊഫൈലിൻ്റെ ആ ഒരു ഭാഗത്ത് കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലുള്ള നിങ്ങൾക്ക് വേറെ അഡീഷണൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് അവിടെ വെച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള യോഗ്യത നിങ്ങളുടെ പ്രൊഫൈലിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു നോട്ടിഫിക്കേഷന് ആവശ്യമായ കറക്റ്റായിട്ടുള്ള യോഗ്യത നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വന്ന് കിടപ്പുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹയർ ക്വാളിഫിക്കേഷനോ ഇക്വാലൻസി ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെല്ലാം എല്ലാ ക്വാളിഫിക്കേഷനും അവിടെ കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതായത് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ എന്നൊരു ഭാഗം കാണാൻ കഴിയും. അവിടെ വെദർ എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ നിങ്ങൾക്ക് വേറെ ജോലി ഒന്നും ഇല്ല എങ്കിൽ, അതായത് വേറെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോബ് എംപ്ലോയി അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇനി ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വർക്ക് എക്സ്പീരിയൻസ് വെദർ ഹാവ് എനി വർക്ക് എക്സ്പീരിയൻസ് എന്നൊരു ഭാഗത്ത് എസ് എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളിപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന നോട്ടിഫിക്കേഷന് ആവശ്യമായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മറ്റേതെങ്കിലും നോട്ടിഫിക്കേഷന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇഗ്നോർ ദിസ് എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ അപ്ലോഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്ലോഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് സ്കാൻഡ് ഇമേജ് ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു പേജിലെത്തും. ആ പേജിൽ നിങ്ങൾ ആ ഒരു കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ചു നോക്കിയ ശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പൂരിപ്പിക്കണം. അതായത് സർട്ടിഫിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, വർക്ക് ഡസ്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഏത് അതോറിറ്റിയാണോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പൂരിപ്പിക്കേണ്ടതുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത ശേഷം ഡോക്യുമെൻ്റ് ടു അപ്ലോഡിന് നേരെയുള്ള ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ JPG ഫോർമാറ്റിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡിക്ലറേഷൻ ക്ലെയിമുകൾ ദൃശ്യമാകും. അതായത് വെയിറ്റേജ്, പ്രിഫറൻസ് അങ്ങനെയുള്ളതിനൊക്കെ സംബന്ധിച്ചുള്ള ക്ലെയിമുകൾ നിങ്ങൾക്ക് ദൃശ്യമാകും. നിങ്ങളത് എസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അതിനെ പറ്റിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതൊക്കെ നിങ്ങൾ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുമ്പോഴേ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, അതായത് വെയിറ്റേജോ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ആദ്യം അപ്ലോഡ് ചെയ്തതിന് ശേഷം, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ജോബിന് നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭിന്നശേഷിക്കാരായ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിക്ലറേഷൻ ലിങ്കിൽ തന്നെ വെദർ ഹാവ് എനി വെയിറ്റേജ് ക്ലെയിംസ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾ പേഴ്സൺ എന്നൊരു കാണാൻ കഴിയും. അതിൽ നിങ്ങൾ എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള പ്രിഫറൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ താലൂക്കും കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇനി സ്റ്റേറ്റ് വൈഡ് വൈസുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലുള്ള ജില്ലയും അതിൻ്റെ താലൂക്കുമായിരിക്കും വരുന്നത്. ശേഷം
ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ടിക്ക് ചെയ്ത ശേഷം റിവ്യൂ ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഒന്നുകൂടി റീചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഗോ ബാക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഈ ഒരു ഗോ ബാക്ക് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു മിസ്റ്റേക്കും ഇല്ല എങ്കിൽ ഇവിടെ വീണ്ടും ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അത് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നോട്ടിഫിക്കേഷന് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഫൈലിൽ തന്നെ മൈ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുവഴി എടുത്ത് വയ്ക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഇങ്ങനെയൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് റിലാക്സേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയും. അതുപോലെ കറക്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാനും കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഓരോ നോട്ടിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിസ്ട്രിക്റ്റ് വൈസിലുള്ള നോട്ടിഫിക്കേഷൻസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുന്ന ജില്ല കൃത്യമാണോ എന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളത് ഒരിക്കൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു അറിവിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.